ഓം ശാന്തി. ഇന്ന് ജനുവരി 18 ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയത്തിൻ്റെ ഫൗണ്ടർ ഫാദറായ പ്രജാപിത ബ്രഹ്മ ബാബ സമ്പൂർണ്ണമായിരിക്കുന്ന ദിവസം. ഞാൻ ഈ ലോകത്തിൽ കണ്ട എൻ്റെ ജീവിതത്തെ ഏറ്റവും ആകർഷിച്ച സ്നേഹത്തിൻ്റെ നിധിയായ അച്ഛൻ, അലൗകിക അച്ഛൻ എന്നർത്ഥത്തിലാണ് ബാബ എന്ന് വിളിക്കുന്നത്. ഈ ഈശ്വര വിശ്വവിദ്യാലയം ആരംഭിച്ചത് 1937 കറാച്ചിയിലെ സിന്ധിൽ നിന്നാണ്. അതുകൊണ്ട് സിന്ധിലെ എല്ലാവരും അച്ഛൻ എന്നുള്ളതിന് ബാബ എന്ന് വിളിച്ചു. അതുകൊണ്ട് അലൗകിക അച്ഛനായ ബ്രഹ്മാവിനെ ബ്രഹ്മ ബാബ എന്നെല്ലാവരും വിളിച്ചു. ഇന്ന് ജനുവരി 18, 1969 ജനുവരി 18 വൈകുന്നേരം അന്നത്തെ തൻ്റെ എല്ലാ സേവനങ്ങളും പൂർത്തിയാക്കിയ ശേഷം, ഈവൻ രാത്രി ക്ലാസ് പോലും കഴിഞ്ഞ ശേഷം ഭഗവാന്റെ ഓർമ്മയിലിരുന്ന് തപസ് ചെയ്ത് തൻ്റെ തപശക്തി കൊണ്ട് ദേഹത്തിന് ആത്മ പറന്നുപോയി ആ പരമാത്മാവിൻ്റെ പരമപ്രിയനായ പരമാത്മാവിൻ്റെ സമീപത്തേക്ക് ബ്രഹ്മബാബ പറന്നുപോയ ദിവസം, സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരത്തിലേക്ക് സമ്പൂർണ്ണ മാലാഖ അവസ്ഥയിലേക്ക് കൺവെർട്ടായ ദിവസമാണ് ഇന്ന് ജനുവരി 18. ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ നമ്മൾ സ്മൃതി ദിനം എന്ന പേരിലാണ് ഈ ദിവസം ആഘോഷിക്കുന്നത്. ലോകത്ത് 147 രാജ്യങ്ങളിൽ ജാതി, മതം, വർഗം, വർണ്ണം, ലിംഗഭേദമന്യേ എല്ലാവരും ഒരുപോലെ തന്നെ പഠിക്കുന്ന, എല്ലാവരും ഒരുപോലെ എൻ്റെ ബാബ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ആ ബാബ ഞാനറിഞ്ഞ, ഞാൻ അനുഭവിച്ച ലീഡർമാരിൽ വെച്ച് എന്നിൽ ഏറ്റവും പ്രഭാവം ചെലുത്തിയ ലീഡറാണ്. അതുകൊണ്ട് ബാബയെക്കുറിച്ച് 2 വാക്ക് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ബാബ ഒരിക്കലും പറഞ്ഞു പഠിപ്പിക്കുന്ന ആളായിരുന്നില്ല, ചെയ്തു പഠിപ്പിക്കുന്ന ആളായിരുന്നു. ഒറ്റ അനുഭവം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. 1949 51 മുന്നുള്ള കാലഘട്ടം, ബ്രഹ്മകുമാരീസിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ 14 വർഷ കാലഘട്ടം ബാബയും മക്കളും ഒന്നിച്ച് തപസ്സനുഷ്ഠിച്ചിരുന്ന സമയം, മക്കൾ മീൻസ് കുറച്ച് പേര് എന്നെപ്പോലെ പൂർണ്ണമായി സന്യാസിനിയായിക്കൊണ്ട് ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ സറണ്ടർ ആയിക്കൊണ്ട് അവിടെ തന്നെ ബാബയ്ക്കൊപ്പം ജീവിച്ചിരുന്നു. തപശക്തി കൊണ്ട് ആർജിതമായിരിക്കുന്ന ഡെവലപ്ഡ് പേഴ്സണാലിറ്റീസിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരമാത്മാവിൻ്റെ പണിപ്പുരയുടെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പുറം ലോകമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല. എന്നാലും താമസിച്ചിരുന്നത് 4 or 5 ആൾക്കാരല്ല, 450ഓളം ആളുകൾ, വ്യത്യസ്തമായിട്ടുള്ള കുടുംബങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള സാമ്പത്തിക തലങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതികൾ. പല മരത്തിൻ്റെ കൊമ്പുകളെല്ലാം വെട്ടിക്കൊണ്ടുവന്ന് ഒരു ചന്ദന മരത്തിൻ്റെ കൊമ്പായി കൊണ്ട് നട്ട് അതിൽ സുഗന്ധം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഏറ്റവും രസകരമായ ബ്രഹ്മബാബയ്ക്കൊപ്പം ജീവിച്ച കാലഘട്ടമായിരുന്നു യജ്ഞത്തിലെ ആ ഒരു കാലഘട്ടം. അന്ന് ഓരോ ഗ്രൂപ്പിനും ഒരു 450 പേർക്ക് ആഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ സദ്യ ഒരുക്കലായി. പക്ഷെ അന്ന് ബാബയുടെ വീട്ടിൽ അന്ന് അത് ആഹാരം ഉണ്ടാക്കലാണ് 450 പേർക്ക്. ഈ 450 പേർക്ക് ആഹാരം ഉണ്ടാക്കാനും പണിയാനുള്ളതായിട്ടുള്ള പച്ചക്കറി മുറിക്കൽ, പാത്രം കഴുകൽ, വെള്ളം ഇന്നത്തെ പോലുള്ള ആധുനിക സൗകര്യങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല. വെള്ളം കോരി കൊണ്ടുവരണമായിരുന്നു. എല്ലാ കാര്യങ്ങളും വിറക് മുറിച്ച് കത്തിക്കണമായിരുന്നു. എല്ലാം തയ്യാറാക്കിക്കൊണ്ട് അസംസ്കൃത വസ്തുക്കളിൽ നിന്നുണ്ടാക്കി ജീവിച്ചിരുന്നൊരു കാലഘട്ടം. ഇന്ന് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ഹെഡ് ഓഫീസ് നിങ്ങൾ പോയാൽ സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റിയുടെ ഒരു കോമ്പിനേഷൻ ഈ ലോകത്ത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് നമ്പർ 1 ആയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ഹെഡ് ഓഫീസ്. അന്ന് തപശക്തിയുടെ അഗ്നിയിലെല്ലാം തയ്യാറായിക്കൊണ്ടിരുന്ന സമയം, അന്ന് ആ തപസ്സിൻ്റെ വെണ്ണയാണ് ഇന്ന് കഴിക്കുന്നതെങ്കിൽ അന്ന് തപസ്സിൽ മലര് പൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. എന്നും ഒരു ഡ്യൂട്ടി ആയിരുന്നില്ല. ഇന്ന് വെള്ളം കൊണ്ട് കോരുന്നത് ഒരു കൂട്ടരാണെങ്കിൽ അടുത്ത കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരുടെ ഡ്യൂട്ടി ചേഞ്ച് ആവും, റോള് ചേഞ്ച് ആവും, വേറൊരു ഗ്രൂപ്പിലേക്ക് പോകുമായിരുന്നു. ഇങ്ങനെ എല്ലാവരും മാറി മാറി ഡ്യൂട്ടികൾ ചെയ്തുകൊണ്ടിരുന്നു. എല്ലാവരിലും എല്ലാ കലകളും നിറച്ചുകൊണ്ടിരുന്നു. യഥാർത്ഥമായ ഗുരുകുലത്തിൻ്റെ സിസ്റ്റത്തിലൂടെ എല്ലാ കുട്ടിയും എല്ലാ കർമ്മവും ചെയ്യാൻ പഠിപ്പിച്ചുകൊണ്ട് പെർഫെക്റ്റ് ആയിരിക്കുന്ന ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിരുന്ന കാലഘട്ടം. ഒരു ദിവസം വെള്ളം കൊണ്ടുവയ്ക്കുന്ന കുട്ടികൾ വെള്ളം കോരി വെച്ചില്ല. അടുക്കളയിൽ ആഹാരം പാചകം ചെയ്യാൻ വന്നതായിട്ടുള്ള കുട്ടി അന്ന് പറഞ്ഞു ബാബയുടെ അടുത്ത്, ബാബ അടുക്കളയിൽ ആഹാരം പാചകം ചെയ്യാൻ വെള്ളമില്ല. ബാബ പറഞ്ഞ മറുപടി, അതിനെന്താ മോളെ, ബാബ ഇപ്പോൾ വെള്ളം കൊണ്ടു തരാലോ. ബാബ പാത്രം എടുത്തുകൊണ്ട് കിണറ്റിൻകരക്കിലേക്ക് വെള്ളം കോരാൻ വേണ്ടി പോയി. ബാബ വെള്ളം കോരാൻ പോയപ്പോൾ പല കുട്ടികളും കണ്ടു ബാബ വെള്ളം കോരാൻ പോണു.
എല്ലാവരും പറഞ്ഞറിഞ്ഞു, ബാബ വെള്ളം കോരാൻ പോണു, ബാബ വെള്ളം കോരാൻ പോണു. എല്ലാവരും അവനവൻ്റെ കയ്യിൽ കിട്ടിയ പാത്രം കൊണ്ട് കിണറ്റിൻ്റെ കരക്കിലേക്ക് ഓടി. എല്ലാവരും വെള്ളം നിറച്ചു. വെള്ളം മിനിറ്റുകൾക്കുള്ള അടുക്കളയിലുള്ള നിറഞ്ഞു. ബാബ എന്തേ ചെയ്തിട്ടില്ല? അവരെ വിളിക്കുക ഇങ്ങോട്ടേക്ക്, വെള്ളം കോരുന്ന കൂട്ടരെ. ഞാൻ ചോദിക്കട്ടെ, എന്താ വെള്ളം കോരി വച്ചില്ല? ഇതല്ല ബാബ ചെയ്തത്. ചെയ്ത് കാണിക്കലാണ് ഒരു ലീഡറുടെ യഥാർത്ഥമായ കർത്തവ്യം. അതുകൊണ്ട് തൻ്റെ കമണ്ടലുവിൽ, തൻ്റെ തപസ്സിൻ്റെ പാത്രത്തിൻ്റെ ഉള്ളിൽ സ്വയം പരമാത്മജ്ഞാനത്തിൻ്റെ യോഗ്യപാത്രമായിക്കൊണ്ട് തൻ്റെ ജീവിതത്തിൽ ചെയ്ത് പ്രാക്ടിക്കലാക്കി, ആ പ്രാക്ടീസിനെ തപസ്സാക്കി, അതിൻ്റെ ശക്തിയിൽ സ്നേഹത്തിൻ്റെ ആ ഒരു തെളിനീരിൽ വാർത്തെടുത്ത ആ വ്യക്തികൾ, ആ മൂർത്തികളാണ് ഇന്ന് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ മഹാൻ തപസ്വിനികളായിരിക്കുന്ന ദാദിമാർ, ദാദമാർ, ദീദിമാർ എല്ലാം തന്നെ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ബാബയുടെ ആ ഒരു ശ്രേഷ്ഠമായ സ്മൃതിയിൽ നിങ്ങൾക്കും ഞാൻ പങ്കുവയ്ക്കുകയാണ്. ചെയ്ത് കാണിക്കുന്നവനാണ് ലീഡർ, പറഞ്ഞ് പഠിപ്പിക്കുന്നവനല്ല. അതുകൊണ്ട് ഞാൻ കണ്ട ഏറ്റവും മഹാൻ ശ്രേഷ്ഠനായിരിക്കുന്ന ആ ലീഡറുടെ മുന്നിൽ, ബ്രഹ്മബാബയുടെ മുന്നിൽ സ്നേഹത്തോടെ നമിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.